ഐശ്വര്യമായ ഒരനുഗ്രഹം നമ്മളിൽ ഉണ്ടാകാൻ ഒന്നാമത് പൊട്ടേണ്ടത്, മാറേണ്ടത് മടിയാണ്. വേറെ എന്തെങ്കിലും റീസൺ കർത്താവ് പറഞ്ഞോ? അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽച്ചരി പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം അവനിലും അവന്റെ സന്തതിയുടെ മേളിലും വീഴാൻ ഉള്ളതിന്റെ ഒറ്റ റീസൺ 16-ാമത്തെ വാക്യാണ്, മടിക്കായിക കൊണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്തല്ലേ? പ്രാർത്ഥിക്കാൻ ഒരു മടി, ആരാധിക്കാൻ ഒരു മടുപ്പ്. ദൈവം മടിയന്മാരുടെ ദൈവമല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ജോലി ചെയ്യാനുള്ള മടി മാറിയാൽ നിന്റെ വീട്ടിൽ പൈസ ഉണ്ടാവും. നിങ്ങളുടെ ആത്മീയ ജീവിതം അനോയിന്റഡ് ആകാൻ, ബ്ലസ്ഡ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അന്യഭാഷ പറയാനും ഉപവസിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെയുള്ള ആ മടി ഇന്ന് പകൽ പൊട്ടിപ്പോണം.